പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനവിസ്മയം 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നാം വിശുദ്ധ ബൈബിൾ വായിച്ചു പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തായിരിക്കണം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിനു പിന്നിലെ നമ്മുടെ പ്രധാന ലക്ഷ്യം? ഇത് നാം ചിന്തിക്കാറുണ്ടോ? ശരിയായ ലക്ഷ്യബോധത്തോടെയാണോ നാം കർത്താവിൻ്റെ വചനം വായിക്കാറുള്ളത്? വിശുദ്ധ ഗ്രന്ഥ വായനയുടെ യഥാർത്ഥ ലക്ഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഈ എപ്പിസോഡിൽ പ്രിയ ബഹുമാനപ്പെട്ട ടോമി തടത്തിലച്ചൻ്റെ പ്രബന്ധത്തിൻ്റെ സഹായത്തോടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ധന്യൻ മാറിവാനിയോസ് പിതാവിൻ്റെയും അത്യഭിവന്യ സിറിൽ മാർ ബസേലിയോസ് പിതാവിൻ്റെയും സ്വർഗീയ മധ്യസ്ഥതയിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച ദൈവിക വെളിപാടും ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരവുമാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച വിവരണവും അവിടുന്ന് മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രത്യുത്തരവുമാണ് വിശുദ്ധ ബൈബിളിൻ്റെ ഉള്ളടക്കം. മനുഷ്യകുലത്തിൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കു വേണ്ടി തന്നെയും തൻ്റെ തിരുമനസ്സും വെളിപ്പെടുത്തുകയും മനുഷ്യ ചരിത്രത്തിൽ ഇടപെട്ട് കർമ്മനിരതനാവുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യ ചരിത്രത്തിൽ ഇടപെട്ട് തന്നെ വെളിപ്പെടുത്തുകയും കർമ്മനിരതനാവുകയും ചെയ്യുന്നതിന് പിന്നിൽ രക്ഷ എന്ന ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ. വിശുദ്ധ ബൈബിളിൽ ആദ്യന്തം വിവരിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ ഈ ഒറ്റ ലക്ഷ്യമാണ്. അതായത് മനുഷ്യകുലത്തിൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവനും രക്ഷ. അങ്ങനെയെങ്കിൽ ത്രിയേക ദൈവത്തെയും അവിടുത്തെ തിരുമനസ്സും അറിഞ്ഞ് സ്നേഹിച്ച് തിരുഹിതമനുസരിച്ച് ജീവിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വളർന്ന് ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുക എന്നതായിരിക്കണം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള നമ്മുടെ ഏക ലക്ഷ്യം. രക്ഷ എന്ന രഹസ്യത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി ഈ ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് ദൈവികവൽക്കരണം അഥവാ ഡിവിനൈസേഷൻ എന്ന രഹസ്യത്തെക്കുറിച്ചുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ദൈവികവൽക്കരണം അഥവാ ഡിവിനൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യേശുവിലൂടെ പൂർത്തിയാക്കി സഭയിലൂടെ യുഗാന്ത പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള മനുഷ്യൻ്റെ വളർച്ചയെയാണ് സഭാപിതാക്കന്മാർ ദൈവികവൽക്കരണം എന്ന് വിളിക്കുന്നത്. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ മനുഷ്യ മക്കളെ ദൈവമക്കളാക്കാൻ ദൈവം മനുഷ്യനായി അവതരിച്ചു. സഭാപിതാവായ ഗ്രിഗറി നസിയാൻസൻ തൻ്റെ 1ാമത്തെ പ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നു: നമുക്ക് ക്രിസ്തുവിനെ പോലെയാകാം, കാരണം അവൻ നമ്മെപ്പോലെയായി. അവനെ പ്രതി നമുക്ക് ദൈവങ്ങളാകാം, കാരണം അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി. നമ്മെ സമ്പന്നരാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. നമ്മെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തേണ്ടതിന് അവൻ ദാസൻ്റെ രൂപം സ്വീകരിച്ചു. നമ്മെ ഉയർത്തേണ്ടതിന് അവൻ താണിറങ്ങി വന്നു. നമ്മെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ അപമാനം സഹിച്ചു. നമ്മെ രക്ഷിക്കേണ്ടതിനായി അവൻ മരണം വരിച്ചു. പാപത്താൽ അധപ്പതിച്ച നമ്മെ അവനിലേക്ക് വലിച്ചടിപ്പിക്കാനായി അവൻ ആരോഹണം ചെയ്തു. നമ്മെ ദൈവത്തോട് രമ്യപ്പെടുത്തുവാനായി സ്വയം മോചനദ്രവ്യമായി തീർന്നവന് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. തന്നെ നൽകുന്നതിന് പകരമായി മറ്റൊന്നും തന്നെയില്ല. അതിനാൽ ക്രിസ്തുരഹസ്യം മനസ്സിലാക്കിക്കൊണ്ട്
അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം ആയിത്തീർന്നുവോ അതെല്ലാം അങ്ങയെ പ്രതി നമുക്കുമായിത്തീരാം. ഒറേഷൻ 1:5. രക്ഷ യേശു ക്രിസ്തു വഴിയുള്ള ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുന്നതിന് മനുഷ്യൻ്റെ സഹകരണം ആവശ്യമാണ്. മനുഷ്യൻ്റെ ഈ സഹകരണം സാധിതമാകുന്നത് ദൈവത്തിൻ്റെ കൃപാവരത്താലും പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്താലുമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവിൻ, നമുക്ക് ക്രിസ്തുവിനെ പോലെയാകാം എന്നിങ്ങനെയുള്ള ആഹ്വാനങ്ങൾ രക്ഷയുടെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് വളരാനുള്ള അഥവാ ദൈവികവൽക്കരണത്തിലേക്ക് വളരാനുള്ള വിളിയാണ്. ഈ വിളി സൃഷ്ടിയിൽ ആരംഭിക്കുന്നു എന്നാണ് ഗ്രിഗറി നസിയാൻസൻ തൻ്റെ ഉത്ഥാന പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒറേഷൻ 45:1-2 പാരഗ്രാഫിൽ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഉത്ഥാന മഹാരഹസ്യത്തെ അവതരിപ്പിച്ചിട്ടാണ് മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനായി നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവിൻ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, നിങ്ങളും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവിൻ. ഒറേഷൻ 45:1. ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിയുകയാണ് 45-ാമത്തെ ഒറേഷൻ അഥവാ അദ്ദേഹത്തിൻ്റെ 45-ാമത്തെ പ്രഭാഷണം 3-ാമത്തെ പാരഗ്രാഫിൽ. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അഥവാ ദൈവികവൽക്കരണത്തിലേക്ക് വളരാനാണ്. ദൈവത്തെപ്പോലെ ആയിത്തീർന്ന് ദൈവവുമായി ഐക്യപ്പെട്ട് നാം ദൈവിക ജീവനിൽ പങ്കുകാരാകണം. സൃഷ്ടിയിൽ ആരംഭിച്ച ഈ ദൈവിക ലക്ഷ്യത്തെക്കുറിച്ചുള്ള നസിയാൻസൻ്റെ വീക്ഷണം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ദൈവികവൽക്കരണം മനുഷ്യ സൃഷ്ടിയിൽ ആരംഭിച്ച ദൈവിക ലക്ഷ്യമാണ്. ഗ്രിഗറി നസിയാൻസൻ്റെ അഭിപ്രായത്തിൽ പ്രപഞ്ച സൃഷ്ടി ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹപ്രവൃത്തിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അവിടുത്തെ സ്വയാവിഷ്കരണത്തിൻ്റെയും അവിടുത്തെ രക്ഷാകര വ്യാപാരങ്ങളുടെയും ആരംഭമാണ് പ്രപഞ്ച സൃഷ്ടിയിൽ നാം ദർശിക്കുന്നത്. ഒറേഷൻ 45:5 നസിയാൻസൻ പറയുന്നത്, ദൈവം തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതിൽ സംതൃപ്തനായില്ല. കാരണം അത് തൻ്റെ നന്മ തനിക്കതീതമായി തനിക്ക് പുറത്ത് ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ സ്നേഹ വിഷയത്തെ ഇരട്ടിപ്പിക്കാനായുള്ള അവിടുത്തെ അന്തർദാഹത്തെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായതല്ല. അതായത് ദൈവം ആഗ്രഹിക്കുന്നത് തന്നിലെ നന്മകൾ തനിക്കതീതമായി തനിക്ക് പുറത്ത് ചൊരിഞ്ഞുകൊണ്ട് തൻ്റെ സ്നേഹ വിഷയത്തെ ഇരട്ടിപ്പിക്കാനുള്ള അവിടുത്തെ അന്തർദാഹത്തെ തൃപ്തിപ്പെടുത്താനാണ്. അതിന് ദൈവം തന്നിൽ തന്നെ ഒതുങ്ങിക്കഴിഞ്ഞാൽ മതിയാകില്ല. ദൈവസ്നേഹത്തിൻ്റെ മഹാവിസ്ഫോടനമാണ് പ്രപഞ്ച സൃഷ്ടി എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. പിതാവായ ദൈവം തൻ്റെ വചനത്തിലൂടെയും അരൂപിയിലൂടെയും നിർവഹിച്ച ഒരു സ്നേഹപ്രവൃത്തിയാണ് സൃഷ്ടിയെന്ന് നസിയാൻസൻ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ദൈവം ആദ്യം മാലാഖമാരെയും രണ്ടാമതായി ഭൗതിക ലോകത്തെയും അവസാനമായി ഇവ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2-7-8 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനിൽ തൻ്റെ ആത്മാവിനെയും നിവേശിപ്പിച്ചു. ഒറേഷൻ 45:6-7. അതിനാൽ നമ്മിൽ മാലാഖമാരുടെ സ്വഭാവവും മൃഗീയമായ ഇന്ദ്രിയ ഗോചരവും വൈകാരികവുമായ ഭാവവും ഉണ്ട്. എന്നാൽ മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ഉന്നത ഭാവം മാലാഖമാരുടേതോ കേവലം മൃഗീയമായ മാനുഷിക ഭാവമോ അല്ല, പ്രത്യുത അവനിലെ ദൈവീക ഭാവമാണ്.
കാരണം അവിടുന്ന് തൻ്റെ ആത്മാവിനെ മനുഷ്യനിൽ നിവേശിപ്പിച്ചു. മാത്രമല്ല, അവിടുന്ന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26-27 വാക്യങ്ങൾ. അങ്ങനെ മനുഷ്യൻ ദൈവികമായ വിശേഷ ബുദ്ധിയും അറിവും വിവേകവും സ്വാതന്ത്ര്യവുമുള്ളവനായി തീർന്നു. മാത്രമല്ല, അവനിൽ ദൈവാത്മാവ് വസിക്കുകയും ചെയ്യുന്നു. അതിനാൽ മനുഷ്യന് ദൈവത്തെ അറിയുവാനും അവിടുത്തെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവ് ലഭിച്ചു. ഈ ദൈവികമായ കഴിവുകളോടെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവവുമായുള്ള സഖിത്വത്തിലും സഹവാസത്തിലും വളരാൻ ദൈവമായ കർത്താവ് തൻ്റെ സാന്നിധ്യവും സാമീപ്യവുമുള്ള പറുദീസായിൽ അവനെ പാർപ്പിച്ചു. ദൈവികമായ തെരഞ്ഞെടുപ്പിന് അവനെ സഹായിക്കുമാറ് സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിക്കുവാൻ ഒരു കൽപ്പനയും നൽകി. ഒറേഷൻ 45:7-8. വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നസിയാൻസൻ പറയുന്നത്, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാനായി തനിയെ വിടുകയല്ലായിരുന്നു. പിന്നെയോ തൻ്റെ സാന്നിധ്യവും സാമീപ്യവുമുള്ള സഖിത്വത്തിലും സഹവാസത്തിലും വളരാൻ സാധ്യതയുള്ള പറുദീസയിലാണ് പാർപ്പിച്ചത്. ഇത് കൃപാവരത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യവും നൽകി. നസിയാൻസൻ പറയുന്നത്, മനുഷ്യന് ദൈവത്തിലേക്കുള്ള ഒരു സ്വാഭാവിക ചായ്വുണ്ട് എങ്കിലും ദൈവം അവന് സ്വാതന്ത്ര്യം നൽകി. കാരണം അങ്ങനെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു അന്തർദാഹം ദൈവം അവനിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പാൽ ദൈവം അവൻ്റേതായി തീരണം. ഈ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ ശരിയായി ഉപയോഗിക്കുവാൻ ദൈവം അവന് ഒരു കൽപ്പനയും നൽകി. ഒറേഷൻ 45:8. അതായത്, മറ്റ് പൗരസ്ത്യ സഭാപിതാക്കന്മാരെ പോലെ മനുഷ്യൻ്റെ ദൈവികവൽക്കരണ പ്രക്രിയയിൽ ദൈവകൃപാവരത്തിനും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനും നസിയാൻസൻ ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്നു. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് നസിയാൻസൻ ഉദ്ദേശിച്ചത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമല്ല, പ്രത്യുത ഉത്തരവാദിത്വപൂർണമായി ബോധപൂർവം തിരഞ്ഞെടുക്കാനുള്ള കടമയാണ്. ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പറഞ്ഞിട്ടുള്ളതുപോലെ, തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും തിന്മ വേണ്ട എന്നുറച്ച് ബോധപൂർവം നന്മ തിരഞ്ഞെടുക്കുന്നതാണ് ശരിയായ സ്വാതന്ത്ര്യം. കൃപാവരവും സ്വാതന്ത്ര്യവും മനുഷ്യൻ്റെ ദൈവികവൽക്കരണ പ്രക്രിയയിൽ എപ്രകാരം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നത് കൂടുതൽ മനസ്സിലാക്കുവാനായി ദൈവികവൽക്കരണത്തിൻ്റെ കൗദാശിക തലം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവികവൽക്കരണത്തിൻ്റെ കൗദാശിക തലത്തെക്കുറിച്ച് പ്രിയ ബഹുമാനപ്പെട്ട ടോമി തടത്തിലച്ചൻ്റെ പ്രബന്ധത്തിൻ്റെ സഹായത്തോടെ അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് ധ്യാന പഠന വിഷയമാക്കാം. ഈ പ്രഭാഷണത്തിൽ നാം ശ്രവിച്ച കാര്യങ്ങൾ ദൈവകൃപയോട് സഹകരിച്ച് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ച് രക്ഷയുടെ വൈവിധ്യമാർന്ന അനുഭവത്തിലേക്ക് വളർന്ന് നമ്മുടെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ ദൈവികവൽക്കരണം സാധ്യമാക്കുവാനും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനും നമുക്ക് ധ്യാനപൂർവം പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കാം. സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.